ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ഉള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് ഫെയിൽ ചെയ്തതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് യു എസിലൊരു ഒരു AI കമ്പനി സർവീസസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സർവീസസ് ചെയ്യുന്ന കമ്പനീസിന് ഒരു ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. ജോബ് പോകാനുള്ള, ഒരുപാട് പേരുടെ ജോബ് പോകാനുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് അത് അത്ര കാര്യമായിട്ടുള്ളൊരു സംഭവമല്ല. അതുപോലെ തന്നെ ഗൂഗിള്, ആമസോണും ഒക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു $400 ബില്യൺ ക്യാപെക്സ് ഇതാവുന്നുണ്ട്, ക്യാപെക്സ് കൊണ്ടുവരുന്നുണ്ട്, സ്പെൻഡിങ് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതൊക്കെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു ഭീതി ഒഴിയുകയും നല്ലൊരു ഡേറ്റ അവിടെ വരികയും ചെയ്തത് കാരണം US മാർക്കറ്റ്സ് റാലി ചെയ്തു. അതായത് അവിടുത്തെ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് IT കമ്പനീസ് റാലി ചെയ്തത്, സെമി കണ്ടക്ടർ സെക്ടറൊക്കെ 6% വെള്ളിയാഴ്ച റാലി ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ബാക്കിയുള്ള IT കമ്പനികളും കൂടെ മേളിലേക്ക് കയറി. അത് കാരണം US മാർക്കറ്റ്സിലെ പല സെഷൻസ് ഉണ്ട്. S&P ഉണ്ട്, ഡൗ ഉണ്ട്, നാസ്ഡാക്ക് ഉണ്ട്. ഓരോ ഇൻഡൈസസും ഓൾമോസ്റ്റ് 2% മേളിൽ കയറിയിട്ടുണ്ട്. സോ ഇതൊരു വലിയൊരു പോസിറ്റിവിറ്റി അവിടെ ഗ്ലോബലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജപ്പാൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്, ഡൗ ജോൺസ് ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഒരുപാട് മെയിൻ ഇൻഡെക്സസ് ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ജപ്പാനിൽ വളരെ നല്ലൊരു ഡേറ്റയാണ്. അവിടെ ഭൂരിഭാഗം വിൻ ചെയ്തത് ആൻറ്റി ചൈന ഒരു സ്വഭാവമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അത് US-നും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു നാടാണ്, ഒരു പാർട്ടിയാണ് അവിടെ വിൻ ചെയ്തത്. അത് കാരണം വളരെ കാലമായിട്ട് നെഗറ്റീവിൽ നിന്ന് മാർക്കറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കയറി വന്ന് ഓൾ ടൈം ഹൈയിലെത്തി. അതിപ്പോൾ വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് കയറി പോവുകയാണ്. സോ അത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഇതെല്ലാം കാരണം തന്നെ ഏഷ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവാണ്. അതുപോലെ US ഇന്ത്യ ഡീല് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഡീല് കാരണം വളരെ പോസിറ്റീവാണ്. ഡീല് നടന്നു എന്നുള്ളത് കാരണം, അതായത് 50% നിന്ന് 57% നിന്ന് 18% ടാരിഫ് കട്ട് ഡൗൺ ചെയ്തു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് 2 മുതൽ 3% വരെ, അതായത് മാക്സിമം ഓഫ് 2.93% ആണ് ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ അതിനെ അവർ 57% കയറ്റി. എന്നിട്ട് 57 നിന്ന് 18 വന്നു. അതായത് ഒരു 10 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിറ്റിട്ട് അത് 50 രൂപയിലേക്ക് വില കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് വൻ വിലക്കുറവ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന അതേ സ്ട്രാറ്റജി തന്നെ അമേരിക്ക അവിടെ ചെയ്തു. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മുടെ ഇന്ത്യക്കാർ ഒരു പ്രോഡക്റ്റ് 10 കിലോ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തിനും എഫേർട്ടിൻ്റെയും ആ ഒരു ടൈമിനുള്ളിൽ അമേരിക്കക്കാരതവിടെ 100 എന്നുള്ള ഒരു ക്വാളിറ്റിയിലേക്ക്, 100 എന്നുള്ളൊരു കൗണ്ട് എത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ ഇൻഡസ്ട്രിയൽ കൾച്ചറാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയാണുള്ളതെങ്കിൽ നമ്മുടെ ഇവിടെ കൾച്ചറാണുള്ളത്. സോ സാധാരണ മനുഷ്യർ പാടത്ത് പണിയെടുത്ത് കൈകൊണ്ട് വർക്ക് ചെയ്ത് അവരുടേതായ മാൻ പവർ കൊണ്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളിവിടെ 10 യൂണിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവിടെ 100 യൂണിറ്റ് ഉണ്ടാകുന്നുണ്ടാവും. സോ അത് ചീപ്പായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സുലഭമായി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഷെൽഫിനുള്ളിൽ 100 സാധനം ഇരിക്കുമ്പോൾ അതിൽ 10 സാധനം ഫാർമറിൻ്റെതും 90 പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ അറിയാണ്ട് എടുത്തു പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഫാർമറിൻ്റെ ആണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരെണ്ണം അവിടെ നിന്നായിരിക്കും എടുക്കുക. പക്ഷേ 10 പ്രോഡക്റ്റ് അവിടെ വരുമ്പോൾ ഒന്നേ ഫാർമറിൻ്റെ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ അവിടെ സ്കേഴ്സിറ്റി വന്നേക്കാം. അവിടെ ആ ഫാർമറിനെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ കുത്തക അങ്ങ് പോകുന്നു, ഇല്ലെങ്കിൽ അവരുടേതായ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ തന്നെയാണ് പല
റീറ്റെയിൽ ഷോപ്പുകളും നമ്മുടെ വീടിന് ചുറ്റുമുള്ള പല കുഞ്ഞ് സൂപ്പർ മാർക്കറ്റുകളും ഇല്ലാതായത്. അപ്പോൾ വലിയ വലിയ മാളുകൾ വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ പാവപ്പെട്ട അഗ്രികൾച്ചർ ഫാർമേഴ്സിൻ്റെ അവസ്ഥയിൽ അത് ഒരു വലിയൊരു നെഗറ്റീവാണ്. ഇത് കാരണം പല ഗവൺമെൻറ്റും 1950 മുതൽ പല ഗവൺമെൻറ്റും ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു അഗ്രികൾച്ചർ സൈഡിലുള്ള സാധനം മാത്രം ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ട് അത് കൊണ്ടുവന്നു. അത് വളരെ ബാഡാണ് ഇന്ത്യൻ എക്കോണമിക്ക്, ഇല്ലെങ്കിൽ അത് ഇന്ത്യൻ ഫാമിംഗ് സെക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിരിക്കാം, പക്ഷേ റിയൽ ലൈഫിൽ ഇന്ത്യക്ക് അത് അത്ര നല്ല പരിപാടിയല്ല. ഓക്കെ, ഇത് പുറത്തുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പെട്ടെന്ന് വന്നാൽ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുക. കുറച്ചധികം ഡേറ്റാസ് പുറത്തുനിന്ന് സംസാരിച്ച് പോയി. പക്ഷേ ഒരുപാട് അതായത് ഇനി അടുത്ത വരുന്ന വർഷങ്ങളെല്ലാം ഈ ഒരു ഡേറ്റയുടെ പുറത്ത് പോകുന്ന കാര്യങ്ങളാണ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് സംസാരിക്കേണ്ടി വന്നത്, ഇല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്ന ഒരു ലെവലെന്ന് പറയുന്നത് 25,923. നമ്മൾ ക്ലോസ് ചെയ്തത് 25,700 താഴെയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, 25,693 കാണിക്കുന്നത് അല്ലേ. ഓക്കെ, ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് 25,800 മേളിലാണ്. സോ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത് നേരത്തെ ലാസ്റ്റ് സെഷനിൽ ഇട്ടിരുന്ന ഒരു സംഭവമാണ്. സോ റേസ് ചെയ്യാനുള്ള സമയം കുറച്ച് ബുദ്ധിമുട്ടാണ്. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനൊന്ന് പെട്ടെന്ന്, നമുക്കെന്തായാലും ഓപ്പൺ ചെയ്യുന്നത് അപ്സൈഡാണല്ലോ, നമുക്ക് അപ്സൈഡിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ താഴത്ത് അവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത, ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഞാനൊരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോകും. ഓക്കെ, മാർക്കറ്റ് സ്ലൈഡിങ് മാർക്കറ്റായിരുന്നു. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ട് എത്തി 25,500 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും കയറി വന്ന് നിൽക്കുകയായിരുന്നു. 25,700 തൊട്ടടുത്തൊരു ഇടത്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് 25,800 മേളിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിന് മേളിൽ നമ്മളിന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സിറ്റുവേഷൻ ഈ സപ്പോർട്ടിൻ്റെ മേളിൽ നിന്നിട്ട് മാർക്കറ്റ് മേളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ 26,000 മേളിൽ, അതായത് ഈ ക്യാൻഡലിൽ ഒരു 80% മേളിൽ, ഇവിടെ 26,100 മേളിൽ കയറിയാൽ നമുക്ക് മാർക്കറ്റ് സ്വിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 25,800 മേളിൽ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളുടെ ട്രേഡ് കൂടെ പോവുക. 25,880 മേളിൽ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഗോ വിത്ത് ദ ഫ്ലോ. മാർക്കറ്റിൽ എന്നാൽ നല്ല വോളറ്റാലിറ്റി ഉണ്ടാവും. ബിക്കോസ് മാർക്കറ്റിനെ പോകത്തില്ല എന്ന് വിചാരിച്ച ആൾക്കാരുടെ ഷോർട്ട് കവറിങ് ഉണ്ടാകുമ്പോൾ സോ മാർക്കറ്റ് മേളിലേക്ക് മേളിലേക്ക് കയറി പോകും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. 26,000 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണ്. സോ ആ റെസിസ്റ്റൻസിൽ നിന്ന് വരാം. ഇല്ല 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,100 to 240 കയറി പോകാനും മാർക്കറ്റിലുണ്ട്. ഒരു 3% ഒരു 1.5 മുതൽ 3% വരെ മാറ്റം ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നിങ്ങളുടെ ഒരു കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി SL കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പോകാമെന്നുള്ളതാണ്. സോ ഇതാണ് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത്. അപ് സൈഡിൽ തന്നെയാണ് സപ്പോർട്ട് നോക്കുക. 25,800, 720, ഈ നിൽക്കുന്ന 600, 660 റേഞ്ചും സപ്പോർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ 600, 720, 800 എന്നിങ്ങനെയുള്ള ലെവൽസ് വാച്ച് ചെയ്യുക. മേളിലേക്കാണെങ്കിൽ 880, 960 മേളിലേക്ക് പോയാൽ 26,000 ഇല്ലെങ്കിൽ 26,100 എന്നിങ്ങനെ ലെവൽസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് പെട്ടെന്ന് നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് പോയാൽ ക്രൂഡ് ഓയിൽ ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റേഞ്ച് ഏരിയ നിങ്ങൾ നോക്കുക. ഈ 5,844 മേളിലോ ഇല്ലെങ്കിൽ 64 മേളിലോ നിങ്ങൾക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ടാർഗറ്റ് ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സപ്പോർട്ട് ലെവൽസ് എന്ന് പറഞ്ഞാൽ 764 720 അതിൻ്റെ സപ്പോർട്ടെന്ന് പറയുക. സോ ഈ ഒരു ലെവൽസ് നിങ്ങൾ ക്രൂഡ് ഓയിലിൽ വാച്ച് ചെയ്യുക. സൈഡ് വേസ് ആണ് മാർക്കറ്റ്, പക്ക സൈഡ് വേസ് ആണ്. താഴേക്ക് ചെറുതായിട്ട് വരാറുണ്ട്, പക്ഷേ സൈഡ് വേസ് തന്നെയാണ്, അത് വാച്ച് ചെയ്യുക. നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസിൽ ഒരു പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഇല്ല. മാർക്കറ്റ് ബെറ്റർ ആകുമ്പോൾ കമ്മോഡിറ്റിയുടെ വില കുറയും, അതുകൊണ്ട് കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞ് നിൽക്കുന്നു. സോ ഞാനും സൈഡ് വേസ് ഒരു മാർക്കറ്റ് ഇല്ലെങ്കിൽ ഒരു 300-നും ഒരു 292-ൻ്റെയും
44 ഇടയിലുള്ള ഒരു സൈഡ് വേസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ 328ൻ്റെയും 308ൻ്റെ ഇടയിൽ ഒരു സൈഡ് വേസ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തേക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യും, ഞാനതിനെ പറഞ്ഞുതരാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.